തലേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള മാവൊക്കെ അരച്ച് വയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ബ്രേക്ക്ഫാസ്റ്റ് വളരെ പെട്ടെന്നൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതിനായി ആദ്യം 1/2 കപ്പ് അളവിൽ വറുത്ത റവയും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/2 കപ്പ് അളവിൽ തന്നെ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. റവ വറുത്തത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല, വറുക്കാത്തതായാലും മതിയാവും. ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു മൂടി മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് റവയൊക്കെ നല്ലതുപോലെ കുതിർന്ന് കിട്ടും. ഇനി ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്ത് ഈ ഒരു ഗ്രേറ്ററിലൂടെ ചെറുതായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങ് മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ സ്റ്റാർച്ചൊക്കെ ഒന്ന് കളയാനായിട്ട് നമുക്ക് പച്ചവെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം. സ്റ്റാർച്ച് കളയാതെ എടുക്കുകയാണെങ്കിൽ ഇത് കുഴഞ്ഞു പോവും, പോരാത്തതിന് ഇതിൻ്റെ നിറം മാറാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴുകിയെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് കഴുകി നല്ലതുപോലെ ആ വെള്ളമൊക്കെ മുറുക്കി പിഴിഞ്ഞ് എടുക്കാം. ഞാനിവിടെ രണ്ടാമതും വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട്. ഇത് 2-3 വട്ടമൊക്കെ ഇതുപോലെ തന്നെ കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 വട്ടം കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയതിന് ശേഷം വെള്ളം ഇങ്ങനെ ഒന്ന് മുറുക്കി കളയാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ എല്ലാം സ്റ്റാർച്ച് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് മുരിഞ്ഞ് വരണ്ട, എങ്കിലും നമ്മൾക്കത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ വഴറ്റിയെടുക്കാനായിട്ട്. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതിയാവും. അപ്പോഴേക്കും ആ ഒരു പരുവം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ദാ ഈ ഒരു പരുവം ഓക്കെയാണ്. ഇങ്ങനെ എടുത്താൽ മതി. ഇനി നേരത്തെ മാറ്റി വെച്ച ആ റവയുടെ മിക്സ് ഒന്ന് നോക്കാം. റവയെല്ലാം നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്ത ആ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ കലക്കിയെടുക്കാം. വെള്ളം ആദ്യമേ ഒരുപാട് ഒഴിക്കരുത്, അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ബാറ്റർ ഒരുപാട് ലൂസായി പോവരുത്. ഒരു കട്ട തൈരിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയാണ് ഈ ബാറ്ററിന് ആവശ്യം. അപ്പോൾ വെള്ളം നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ആ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ കലക്കിയെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലൊരു കടായിയാണ് എടുത്തേക്കുന്നത്. ഇത് കടുകൊക്കെ താളിക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രമാണ്, അതിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തതും കറുത്തതും 2 കളറിലെയും എള്ള് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഈ ബാറ്റർ അതിലേക്കൊന്ന് ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു വശം ഒന്ന് ചെറുതായി മൊരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മൾക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മേലെ ഒന്ന് ഇതുപോലെ തൂവിക്കൊടുക്കാം. ഇതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ കടായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ബൺ ദോശ ഒന്ന് മൊരിയിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 1-2 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മേൽഭാഗത്തേക്കും കുറച്ച് എള്ള് വിതറി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തയ്യാറാക്കാനായി ഈ കടായി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അടി കുഴിഞ്ഞ ഇതുപോലുള്ള ഏതെങ്കിലും പാത്രമായാലും മതി. അപ്പച്ചട്ടിയിലാണെങ്കിൽ പോലും നമുക്ക് ഈ രീതിയിൽ ചുട്ടെടുക്കാൻ പറ്റും. കറക്റ്റ് ആ ബണ്ണിൻ്റെ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ കുറച്ച് കുഴിഞ്ഞ പാത്രമായിരിക്കണം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത് മുരിഞ്ഞ് റെഡിയായിട്ടുണ്ട് ഇവിടെ. ഇത് നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. ഇതിൻ്റെ 2 വശവും ഇത്രയെങ്കിലും മൊരിയിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ ആ കറക്റ്റ് റെസിപ്പിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ.
ഈ ഒരു അളവിൽ 2 ബൺ ദോശയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയാൽ മതിയാവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെ അതൊന്ന് അറിയിക്കണേ. പോരാത്തതിന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.